കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ തോട് പൊട്ടിയൊഴുകി മലമൽക്കാവിൽ 10 ഏക്കർ നെൽകൃഷി വെള്ളം കയറി നശിച്ചു. ആനക്കര പട്ടിത്തറ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിട്ടൊഴുകുന്ന അയ്യമ്മക്ക കരിമ്പില്യം തോടാണ് പൊട്ടിയത്. 60 ദിവസം മൂപ്പായ മലമൽക്കാവ് ചേരള പാടശേഖരത്തിലെ 10 ഏക്കർ നെൽകൃഷിയാണ് പൂർണ്ണമായും നശിച്ചത്. അബ്ദുള്ളക്കുട്ടി, MK രവി, വിശ്വനാഥൻ, ബക്കർ എന്നീ കർഷകർക്കാണ് നഷ്ടം സംഭവിച്ചത്. പാട്ടത്തിനെടുത്ത ഭൂമിയിൽ വായ്പ എടുത്ത് നടത്തിയ കൃഷിയാണ് വെള്ളം കയറി നശിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഒരു തോട് കെട്ടിയാൽ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് മലമക്കാവിലേക്ക് പോകാൻ നല്ലൊരു സൗകര്യമാണ്. അത് അങ്ങനെ ഒരു വഴി. പിന്നെ രണ്ടാമത്തെ എന്താ പ്രശ്നം ചോദിച്ചാൽ ആ വഴി ആകെ നാശമായിരിക്കുന്നത്. അത് പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും ഇതിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ആ പട്ടിത്തറ പഞ്ചായത്തും പിന്നെ അതേമാതിരി തന്നെ ആനക്കര പഞ്ചായത്തിന്റെയും ബോർഡറാണിത്. ഒരു തരത്തിൽ ഇപ്പൊ 6-7 കൊല്ലായിട്ട് 7 10 ജില്ല 11 കൊല്ലായി ഞാൻ ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മളിവിടെ ഒരു സൈഡ് നേരെയാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് വെള്ളത്തെ കൊണ്ടുപോയി ചാടിക്കുക എന്നല്ലാണ്ട് ഇവിടെ ശരിക്കുള്ള തോട് കെടുക്കുന്നുണ്ട്. ആ തോട് ഒരിക്കലും ഒരു പ്രാവശ്യം തൊഴിലുറപ്പുകാരടക്കം തോട്ടിൽ ഇറങ്ങില്ല അറിഞ്ഞിട്ട് തൊഴിലുറപ്പുകാരെ കൊണ്ടുവന്നപ്പോൾ അവര് തിരിച്ചുപോയി. ഇവിടെ ഒന്ന് കെട്ടിയിട്ട് ഈ ശരിക്ക് ആ തൊഴിലുറപ്പുകാരെ കൊണ്ട് ഈ സൈഡൊക്കെ പണിയെടുപ്പിച്ച കാര്യങ്ങൾ ക്ലിയറായി, ഒരു പ്രശ്നമില്ല. ഇത് രണ്ടാൾക്കാരും പട്ടിത്തറ പഞ്ചായത്തും ആനക്കര പഞ്ചായത്തും ഇതേവരെ യാതൊരു കാര്യം ചെയ്തില്ല. എല്ലാ വർഷവും തോട് തകർന്ന് കൃഷിയിടത്തിൽ വെള്ളം കയറുന്നത് പതിവാണെന്ന് കർഷകർ പറയുന്നു. പലതവണ പഞ്ചായത്തിൽ തോടിന് ഭിത്തി കെട്ടി സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്നാണ് കർഷകരുടെ ആരോപണം. എന്നാൽ നിലവിലെ തോടിന്റെ ഭിത്തി കെട്ടുന്നതിന് തുക വകയിരുത്തിയിട്ടില്ലെന്നും വരുന്ന പഞ്ചായത്ത് യോഗത്തിൽ പ്രശ്നം അവതരിപ്പിക്കുമെന്നും പഞ്ചായത്ത് അംഗം P ബഷീർ പറഞ്ഞു. ഈ തോടിന്റെ അപ്പുറത്ത് കിടന്ന പട്ടിത്തറ പഞ്ചായത്ത്, ഇത് ആനക്കര പഞ്ചായത്താണ്. അപ്പോൾ ഈ ആനക്കര പഞ്ചായത്തിലെ ഈ കൃഷിക്കാർ, ചെറുപ്പാടൻ കൃഷിക്കാർ രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ കൃഷി ചെയ്യണമെങ്കിൽ ഈ തോട് അടിയന്തരമായിട്ട് കെട്ടിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. അത് അത്ര വർഷങ്ങളായിട്ട് നഷ്ടം സഹിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിനൊരു ശാശ്വത പരിഹാരം പഞ്ചായത്തോ ബ്ലോക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ അത് ശ്രദ്ധയിലെടുത്തിട്ട് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. NCV ന്യൂസ് തൃത്താല. എടപ്പാൾ, തൃപ്രയാർ, ചാവക്കാട്, പുത്തനത്താണി, പെരിന്തൽമണ്ണ.